മലപ്പുറം എടയൂർ പഞ്ചായത്തിൽ പലേപ്പറമ്പ് പ്രദേശം മണ്ണിടിച്ചിൽ ഭീതിയിൽ. മണ്ണിടിഞ്ഞാൽ വടക്കുംപുറം ചേനടൻ കുളമ്പ് പ്രദേശത്തെ വീടുകൾ തകരും. മഴ കനത്താൽ ഏത് നിമിഷവും മണ്ണിടിയും. പഞ്ചായത്തിൽ നിന്നും ജിയോളജി വകുപ്പിൽ നിന്നും അനുമതി തേടാതെയാണ് സ്വകാര്യ വ്യക്തി പ്രദേശത്തെ കുന്ന് ഇടിച്ചു നിരത്തിയത്. വിവരങ്ങളുമായി ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട്. ഫൈസൽ, മഴ കനക്കുന്ന സാഹചര്യമാണ്. പ്രദേശത്തെ ജനങ്ങൾ തീർച്ചയായും ആശങ്കയിലായിരിക്കും. എന്താണ് അവരുടെ ആവശ്യം? ഹരി, എടയൂർ പഞ്ചായത്തിലെ പാലേപ്പറമ്പിലാണ് ഏകദേശം 5 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ കുന്ന് ഇടിച്ച് നിരപ്പാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ഈ കുന്നിന്റെ പല ഭാഗത്തും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. താഴ്ഭാഗത്തായി ഏകദേശം 50-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇനി മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ ഈ മണ്ണ് ഇടിഞ്ഞ് താഴ്ഭാഗത്തുള്ള കുടുംബങ്ങൾക്ക് ഭീഷണിയാകുമോ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പഞ്ചായത്തിൽ നിന്നോ ജിയോളജിക്കൽ വകുപ്പിൽ നിന്നോ ഒരു തരത്തിലുമുള്ള അനുമതിയൊന്നും തേടാതെയാണ് ഈ കുന്ന് പൂർണ്ണമായും ഇടിച്ച് നിരപ്പാക്കിയിരിക്കുന്നത്. 200 മീറ്ററിലധികം ദൂരത്തിൽ പൂർണ്ണമായും കുന്ന് ഇടിച്ച് നിരപ്പാക്കി ഒരു ഭാഗത്തേക്ക് മണ്ണ് ഇട്ടിട്ടുണ്ട്. ആ മണ്ണാണ് ഇപ്പോൾ ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിൽ നിലനിൽക്കുന്നത്. മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ ഈ മണ്ണ് താഴെ ഭാഗത്തേക്ക് ഇടിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ മണ്ണ് മാറ്റിയിട്ട പല ഭാഗത്തും പൂർണ്ണമായും വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതാണിപ്പോൾ അപകട സാധ്യത വർദ്ധിപ്പിക്കാൻ കാരണമായിരിക്കുന്നത്. ശരി ഫൈസൽ. എടയൂർ ഗ്രാമപഞ്ചായത്തിലെ പാലേപ്പറമ്പ് എന്ന സ്ഥലം 2ാം വാർഡിലാണ് പാലേപ്പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ മണ്ണിടിച്ചിൽ വന്നിട്ടുള്ളത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്. അവർ അനധികൃതമായി മണ്ണ് നീക്കം ചെയ്തതിനെ തുടർന്ന് ശക്തമായ മഴയെ തുടർന്ന് മണ്ണ് ഇടിഞ്ഞു പോകും. താഴേക്ക് 50ഓളം വീടുകൾ താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവർക്ക് വളരെ ഭീഷണിയാണ്. ഇങ്ങനെ തുടർന്നിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മുടെ ജനങ്ങൾ. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് തന്നെ വില്ലേജ് ഓഫീസർ ഇന്നലെ എല്ലാ വീടുകൾക്കും നോട്ടീസ് കൊടുത്തു. ക്യാമ്പ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ GLP സ്കൂളിൽ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ നമുക്ക് ഇതിന് വേണ്ട നടപടി ചെയ്യണമെന്നാണ് അറിയിക്കാനുള്ളത്. എന്തായിരുന്നാലും ഇത് വളരെ ബുദ്ധിമുട്ടിലുള്ളൊരു മഴ ശക്തമായി തുടർന്നിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട നടപടി എടുക്കണമെന്നാണ് പറയാനുള്ളത്. ഇതിന് പഞ്ചായത്തിൽ നിന്ന് ഒരു പെർമിറ്റും എടുത്തിട്ടില്ല. ജിയോളജി പ്രകാരം ജിയോളജി വകുപ്പൊന്നും പെർമിറ്റ് എടുക്കാതെയാണ് ഇവർ സ്വകാര്യ വ്യക്തി ഇത് ചെയ്തിട്ടുള്ളത്.